നമ്മുടെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമെന്നോണം പുതിയ ഒരു പ്രഭാതം കൂടി അവിടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും പ്രഭാത വിരുന്നിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകളും വചനപ്രഘോഷണവും ദൈവമഹത്വത്തിനായുള്ള നമ്മുടെ അധ്വാനങ്ങളുമെല്ലാം ആത്മാവിന് നിറവിൽ ചെയ്യുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശുശ്രൂഷയുടെ പ്രത്യേക നിയോഗമായിട്ട് സഭയുടെ വിശുദ്ധീകരണം നമുക്ക് ദൈവത്തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. സഭയിൽ നിന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും പരിഹാരമുണ്ടാകുവാനും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വീഴ്ചയുള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മുടെ കർത്താവിനെ നമ്മൾ വിളിക്കുന്നത് കെട്ടുകൾ അഴിക്കുന്ന കർത്താവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം ബന്ധനങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിനെയെല്ലാം അഴിച്ചു മാറ്റുവാൻ നമ്മുടെ തമ്പുരാന് കഴിവുണ്ട്. അവിടത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനത്തെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, ഞാൻ പറയുന്ന വഴിയെ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കും, നിങ്ങളുടെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കും, നിങ്ങളുടെ ദേശത്തെ ഞാൻ വിശുദ്ധീകരിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കും. തമ്പുരാൻ്റെ വാഗ്ദാനമാണ്. തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ തമ്പുരാനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന്, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണമെന്ന് തമ്പുരാനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അസ്വസ്ഥരാകുകയാണ്. മുൻപിലൊരു വഴിയുമില്ല എന്ന രീതിയിൽ നമ്മൾ നിരാശയോടെ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിലേക്ക് മടങ്ങിപ്പോകുവാനാണ് നമ്മൾ തിരികെ കാണിക്കുന്നത്. എന്നാൽ അതിനു പകരം എൻ്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരെ വിമോചിപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നു. നാം എല്ലാവരും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരിക്കലും കണ്ണീരൊഴുക്കിയും നിരാശപ്പെട്ടും അസ്വസ്ഥരായും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവിടെ തന്നെ കാത്തു പരിപാലിക്കുന്നു, എൻ്റെ ഓരോ കാൽച്ചുവടുകളിലും അവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള, എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അവിടെ നിന്നെ നയിക്കുന്നു എന്നുള്ള, എന്നെ കേൾക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം നമുക്കുണ്ടായെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, കെട്ടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം അകന്നു പോകും. എൻ്റെ കാവൽക്കാരനായി എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മളെ എന്നും കൂടെ നയിക്കേണ്ടത്. ഈ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് പ്രത്യേകമാംവിധം വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിലും നമ്മൾ പലപ്പോഴും ഈ വിളി തിരിച്ചറിയാതെ പോകുന്നു. എനിക്ക് എൻ്റേതായ വഴി, എനിക്ക് എൻ്റേതായ മാർഗങ്ങൾ അറിയാമെന്നുള്ള അഹങ്കാരത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ എനിക്കറിയാമെന്നുള്ള അഹങ്കാരത്തിലാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതമാണ് അനുദിനം അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് തരുന്ന സന്ദേശമാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ബോധ്യം നമുക്കും ഉണ്ടാകണം.
എൻ്റെ തമ്പുരാനെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ വെറും മനുഷ്യനാണ് എന്നുള്ള, ബലഹീനതകളേറെയുള്ള, പോരായ്മകളേറെയുള്ള, കുറവുകൾ ഒത്തിരിയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു സമ്മതം, ഒരു അടിയറവ് ദൈവത്തിന് മുമ്പിൽ നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ആ ബോധ്യമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം അനുദിനം അധോഗതിയിലേക്ക് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് തമ്പുരാൻ നമ്മൾ വിളിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ബന്ധനത്തിൻ്റെ അടിമത്ത് അല്ലെങ്കിൽ കെട്ടുപാടുകളുടെ അടിമത്തത്തിലേക്ക് വരുമ്പോൾ പുത്രൻ തമ്പുരാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഈ ബന്ധന വിമോചനത്തിന് വേണ്ടി നിങ്ങൾ വേറെ എങ്ങും പോകണ്ട എന്നാണ് സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നത്. ഞാൻ അതിന് കെൽപ്പുള്ളവനാണ്. നിങ്ങളൊന്ന് സമ്മതം തന്നാൽ മാത്രം മതി, നിങ്ങളെ വിമോചിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. ഈ ഒരു വാഗ്ദാനം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, ജീവിതത്തിന് ഏതെല്ലാം മേഖലകളിലാണ് എനിക്ക് വിമോചനം ആവശ്യമായിട്ടുള്ളത്, ഏതെല്ലാം കെട്ടുപാടുകളിൽ നിന്നാണ് ഞാൻ വിമോചനനാകേണ്ടത്, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ നമ്മുടെ ഈ കർത്താവിൻ്റെ അത്ഭുതകരമായ കരം ഈ മേഖലകളിൽ എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വിളിച്ചിറക്കേണ്ടത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എന്നോട് ചേർന്ന് നിൽക്കണം, എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സ്തുതിയുടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തോടുള്ള നന്ദിയുടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധനങ്ങൾ അഴിയുക എളുപ്പമാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-34 വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. പൗലോസും സീലാസും തടവറയിൽ അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തങ്ങൾക്ക് പറ്റിയ അപകടത്തിൽ അല്ലെങ്കിൽ ബന്ധനസ്ഥരാക്കപ്പെട്ടതിൽ നിരാശ പൂണ്ട് ദൈവത്തെ ശപിക്കുന്നതിന് പകരം കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയുന്നതായിട്ട്, ചങ്ങലകൾ പൊട്ടുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ പ്രത്യക്ഷത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പലതരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഈ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ ഇവരെ പോലെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ വിളിച്ചിറക്കുവാനായിട്ട്, സ്തുതിയുടെ അർത്ഥം നമുക്കറിയാം, ദൈവത്തെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ദൈവത്തെ നിർബന്ധിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണം. ദൈവത്തോടൊരു വാശി പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം നമുക്ക് ദൈവത്തോട് അധികാരത്തോടുകൂടി ചോദിക്കുവാൻ പറ്റും, വാശിയോടുകൂടി ചോദിക്കുവാൻ പറ്റും. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ദൈവത്തോട് നമുക്ക് ഇങ്ങനെ വാശി പിടിച്ച്, ബലം പിടിച്ച്, അല്ലെങ്കിൽ അധികാരത്തോട് ചോദിക്കണം. അടിമകളെ പോലെയല്ല നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവപുത്രന്മാർക്കും പുത്രിമാർക്കും അടുത്ത സ്നേഹത്തെ, അധികാരത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. അവിടുന്ന് പല മേഖലകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. മരണത്തിൻ്റെ മേഖലകളിൽ, മരണത്തിൻ്റെ ആധ്യാത്മിക മരണമാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പറയുക. ഇങ്ങനെ മരണത്തിൻ്റെ മേഖലകളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശ കർത്താവ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് നിത്യജീവനുണ്ട്, നിത്യമായി അവനെ ഞാൻ രക്ഷിക്കും. ഈ ഒരു വാഗ്ദാനം കർത്താവ് വന്നിരിക്കുന്നത്. അതിന് കർത്താവ് പറയുന്ന ഒരു വലിയൊരു കണ്ടീഷൻ ഇതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വിശ്വാസം ഏറ്റു പറയുവാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായി വിശ്വാസമുള്ളവരാണ് നമ്മൾ. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യലാഭങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയുകയും കാര്യം കഴിയുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആ മനോഭാവത്തിന് പകരം ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിച്ചാൽ, തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടായെങ്കിൽ തീർച്ചയായും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതിനൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഇവിടെ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 33-35 വാക്യങ്ങളിൽ ഏക സഹോദരൻ മരിച്ചു പോയപ്പോൾ ലാസറിനെ നഷ്ടപ്പെട്ടതോർത്ത് കണ്ണുനീരൊഴുക്കുന്ന മർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നത്.
അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ നിങ്ങൾ കാണും നിങ്ങളുടെ ഈ സഹോദരൻ്റെ മരണം നിത്യമായ ഒരു മരണമല്ല, ഒരു ഉറക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്ന് അവരുടെ കണ്ണീരൊപ്പുന്ന കർത്താവിനെ നാം കാണുന്നുണ്ട്. മർത്തയുടെയും മറിയത്തിൻ്റെയും വേദനയുടെ ആഴം യേശു തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓരോ ദിവസവും കണ്ണീരൊഴുക്കുമ്പോൾ, വേദനയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനയുടെ ആഴം കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. തമ്പുരാനിത് കേട്ട് അവിടെ രസിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മുടെ വേദനയുടെ ആഴം നമ്മളോടൊത്ത് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഈ മർത്തയും മറിയവും നിലവിളിച്ച് സഹോദരനെ ഓർത്ത് നിലവിളിച്ച് കരയുന്നത് കണ്ടപ്പോൾ കർത്താവ് അവരോടൊപ്പം കരഞ്ഞു എന്നാണ് പറയുക. അങ്ങനെയുള്ളൊരു തമ്പുരാനാണ് നമ്മുടെ വേദനകളിൽ നമ്മളൊത്ത് കരയുന്ന, നമ്മളൊത്ത് സങ്കടപ്പെടുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ ഉള്ളത്. അതുകൊണ്ടാണ് ഭയത്തിൽ നിന്നും മോചനം നേടി തമ്പുരാനെ സ്വന്തമാക്കുവാനായിട്ട്, തമ്പുരാൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ മർത്തയും മറിയവും കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചപ്പോൾ, മരണത്തിനും കല്ലറയ്ക്കും അപ്പുറമുള്ള ഒരു വലിയ വിശ്വാസം അവർ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു. മരണപ്പെട്ടു പോയ അവരുടെ സഹോദരൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന അവരുടെ സഹോദരൻ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതേ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. കർത്താവിനോട് ചേർന്ന് നിന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടെന്നും എല്ലാം കഴിഞ്ഞുവെന്നും നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് തീഷ്ണതയോടുകൂടി കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. ആ തമ്പുരാൻ തരുന്ന ഉറപ്പ്, ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, രോഗങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥത, അനുസരണമില്ലാത്ത മക്കളുടെ പ്രശ്നങ്ങൾ, കടക്കെണികൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സ്വയം പഴിച്ചും സ്വയം വേദനിച്ചും പരസ്പരം കുറ്റപ്പെടുത്തുകയും ജീവിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കുവാനായിട്ട് വരണമേ തമ്പുരാനെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രശ്നപരിഹാരത്തിന് നട്ടോട്ട് ഓടുകയാണ്. ഓരോ വ്യക്തികൾ അവരുടേതായ താല്പര്യങ്ങളും സങ്കല്പങ്ങളും അനുസരിച്ച് പറയുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മൾ ഓടുകയാണ്. തിരിഞ്ഞു നോക്കേണ്ടവനെ തിരിഞ്ഞു നോക്കാനോ ചോദിക്കേണ്ടവനോട് ചോദിക്കുവാനോ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പലതരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ വരിഞ്ഞു മുഴുക്കുമ്പോൾ, മദ്യപാനം, പുകവലി, കലഹപ്രിയ, ഇങ്ങനെയുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ എനിക്കിതിൽ നിന്നൊരു മോചനം തരണം കർത്താവേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവോട് ഇടപെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടെ ഇടപെടും, നമ്മുടെ ജീവിതത്തെ കൂടുതൽ നവീകരിക്കും. ഈ മർത്തയും മറിയവും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായും കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പറയുന്നുണ്ട്, ലാസറേ പുറത്തു വരിക. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യം. പുറത്തു വന്ന കെട്ടുകൾ അവനെ അഴിച്ചുവിടുവാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിലുമുള്ള ഉള്ളിലെ വേദനിക്കുന്ന മനുഷ്യനെ കൊണ്ട് കർത്താവ് പറയുന്നു, നീ പുറത്തു വരിക, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക. നമുക്കും പ്രത്യേകമായിട്ട് ചിന്തിച്ച് നോക്കാം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഏതൊക്കെ രീതിയിലാണ് വേദന അനുഭവിക്കുന്നത്. ഈ വേദനയിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട്, പുറത്തേക്ക് പോകുവാനായിട്ട് ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? ദൈവമേ, ഞങ്ങളെ ആരാധിക്കുകയും ഉണങ്ങി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ആ ത്രിത്വൈവ കൂട്ടായ്മയിൽ ഞങ്ങളെ നിലനിർത്തണമേ. അമ്മേ ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തെ അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ, സ്നേഹിച്ച് മുൻപോട്ട് നയിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ദൈവതൃക്കരങ്ങളിൽ കാത്തുകൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, നസ്രത്തിലെ തിരുക്കുടുംബത്തെ അങ്ങ് കാത്തു പരിപാലിച്ച് വഴി നടത്തിയതുപോലെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ തിരുക്കൽപ്പനകൾക്കനുസരിച്ച് ആ കുടുംബത്തെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ ആ വലിയ ചൈതന്യം, അങ്ങയുടെ ആ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ, സ്വർഗ്ഗപ്രാപ്തരായതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി സ്വർഗം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സകല മാലാഹമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാവൽ മാലാഹയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ, വഴി നടത്തണമേ. സഭയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാപ്പൊലീത്തമാരോടും മെത്രാന്മാരോടും വൈദികഗണത്തോടും സന്യാസ സഹകരണത്തോടും സകല ബലികളുടെ യോഗ്യതയോട് ചേർന്ന്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.